ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിവാഹമോചന കേസുകൾ കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുണ്ട്. സ്തോത്രം ചെയ്യുവാൻ വരട്ടെ. കാരണം വ്യക്തമായി അന്വേഷിച്ചപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അറിഞ്ഞത്. വിവാഹം കുറഞ്ഞു വരുന്നുപോൽ അതാണ് വിവാഹമോചന കുറയുവാൻ കാരണം. ഭാര്യയും മക്കളുമൊക്കെ ബാധ്യതയാണ് പോലും. അതിനാൽ പുരുഷന്മാർ തമ്മിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുക, സ്ത്രീകൾ തമ്മിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുക. ആണും പെണ്ണും തമ്മിൽ ഉടമ്പടിയാൽ ഒന്നാകുന്നില്ല, പകരം ലിവിങ് ടുഗദർ. അബദ്ധവശാൽ കുട്ടിയുണ്ടായിപ്പോയെങ്കിലോ അമ്മത്തൊട്ടിലിൽ കുട്ടികളുടെ എണ്ണം കൂടും, അത്ര തന്നെ. യേശു കർത്താവ് തൻ്റെ മടങ്ങിവരവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:26 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് ജനത്തിൻ്റെ അവസ്ഥ നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും ആകും എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും എന്ന് പറഞ്ഞു. നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6:9 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്നീ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പിൽ വഷളായി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു എന്ന് 12 വാക്യത്തിൽ വായിക്കുന്നു. എങ്കിലും നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് 8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കാണാവുന്ന നിലയിൽ വെളിപ്പെട്ടു. അതിനാൽ നോഹയും പുത്രന്മാരും നോഹയുടെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും അടക്കം 8 പേർ പെട്ടകത്തിൽ കയറിയതായി വായിക്കുന്നുണ്ട്. സകല ജഡവും ഭൂമിയിൽ തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നുവെങ്കിലും നോഹയുടെ മക്കൾ സകല ജനത്തിനും ഇടയിൽ പെട്ടുപോയില്ല. നോഹയ്ക്ക് ലഭിച്ച ദൈവകൃപ മക്കൾക്കും ലഭിക്കത്തക്ക നിലയിൽ അവരെ വേർപാടുകാരായി തന്നെ വളർത്തി ദൈവാശ്രയബോധത്തിൽ സംരക്ഷിച്ചു. അതിനാൽ പെട്ടകത്തിൽ മാതാപിതാക്കളോടൊരുമിച്ച് മക്കളും മരുമക്കളും കയറുവാൻ ഇടയായി. നോഹയ്ക്കും കുടുംബത്തിനും ലഭിച്ച ദൈവകൃപ മറ്റു ചിലരിൽ കൂടി വ്യാപരിച്ചു എന്നുള്ളത് നോഹയുടെ മരുമക്കളിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. സകല ജഡവും തങ്ങളെ തന്നെ വഷളാക്കിയിരുന്ന കാലത്ത് ആ സമൂഹത്തിൽ തന്നെ നോഹയുടെ മക്കൾക്കായി 3 പെൺകുട്ടികളെയും ദൈവം സൂക്ഷിച്ചു എന്നുള്ളത് ചിന്താർഹമാണ്. ഏലിയാവിൻ്റെ കാലത്ത് ഞാൻ മാത്രമേ ദൈവഭക്തനായി ശേഷിക്കുന്നുള്ളൂ എന്ന് ഏലിയ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞത് അങ്ങനെയല്ല. ബാലിന് മുട്ടുമടങ്ങാത്ത 7000 പേരെ ദൈവത്തിനായിട്ട് വേർതിരിച്ചിട്ടുണ്ട് എന്നത്രേ. നമ്മുടെ കാലത്തും നാം മാത്രമേ ഭക്തരായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ചിന്തയാണ്. അനേകായിരങ്ങളെ അഥവാ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരത്തെ കർത്താവ് തനിക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ശേഷിപ്പിൽപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നോഹയുടെ കാലത്ത് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. എന്നാൽ ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ടത് അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാണ്. അവർ വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തു പോന്നു എന്ന ഒരു പരാമർശമേ ഇല്ല. അങ്ങനെയൊരു സമ്പ്രദായമേ ആ കാലത്ത് ഇല്ലാതെ പോയി എന്ന് വേണം ചിന്തിക്കുവാൻ. തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോകുന്ന ജനം വായ്ക്കും വയറിനും വേണ്ടിയുള്ളത്, അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എരിച്ചു കളയുന്നതിന് വേണ്ടിയുള്ള ബദ്ധപ്പാടിൽ ഏർപ്പെട്ടതല്ലാതെ ക്രിയാത്മകമോ ആത്മീകമോ ആയ യാതൊരു കാര്യത്തിലും ഏർപ്പെട്ടിരുന്നില്ല എന്ന് സാരം.
ഉൽപ്പത്തി പുസ്തകം 19:1 മുതൽ വായിക്കുന്നത്, 2 ദൂതന്മാർ സോദോമിലെത്തി. ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ദൂതന്മാരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു. വീട്ടുകാർ അവർക്ക് വിരുന്നൊരുക്കി. അവർ ഭക്ഷണം കഴിച്ചു. ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് സോദോം പട്ടണത്തിലെ പുരുഷന്മാർ ആബാലവൃദ്ധം വന്ന് വീട് വളഞ്ഞു. ആബാലവൃദ്ധം എന്നുള്ളത് ശ്രദ്ധയിലിരിക്കണം. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരുക എന്ന് വിളിച്ചു പറഞ്ഞു. ആ ദേശനിവാസികളുടെ നിലവാരമേ. റോമാലേഖനം 1:22 മുതൽ വായിക്കുന്നത് പ്രകാരമാണ്, മനുഷ്യരുടെ ഹൃദയം ഇരുണ്ടുപോയി, താൻ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതിനാൽ ദൈവവും അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. നോക്കണേ, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. തുടർന്നും റോമാലേഖനം 1:28 മുതൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ. കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിച്ച് ഉണ്ടാക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, ശിക്ഷായോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അയ്യോ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? മേൽ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആൾ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് വിചാരിക്കുന്നുവോ? ഇല്ല, തെറ്റിയൊഴിയുകയില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നോഹയുടെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത് പോലെയൊക്കെയും ലോത്തിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇന്നും ഈ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക എന്നുള്ളത് മാന്യമായ ഒരു കാര്യമാണ്. ആ കാര്യം യോഗ്യമായി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഘനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതേ അളവിൽ മറുഭാഗത്ത് മൂല്യശോഷണം നടത്തി വരികയാണ്. ദൈവവ്യവസ്ഥ ലംഘിക്കുന്നത് കൊണ്ട് വന്നു ഭവിക്കുന്ന അധഃപതനം, അസമാധാനവും അനിശ്ചിതാവസ്ഥയും അതുമൂലം സമൂഹത്തിലും കുടുംബത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കരകയറുവാൻ വ്യക്തിപരമായി സാധിക്കും. യേശുക്രിസ്തു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരം എന്നുള്ളത് വ്യക്തിപരമാണ് കേട്ടോ. മാനസാന്തരപ്പെട്ടാൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം എത്രയെന്ന് അറിയാമോ? അതിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അറിയുന്നവരായി ദൈവം നൽകുന്ന സമാധാനത്തിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരുവാൻ ഇടയാകേണ്ടതിന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.